AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നടത്തിയ ക്ഷേമ പെൻഷൻ പരാമർശം നിലമ്പൂരിൽ LDF വലിയ ചർച്ചയാക്കിയിരിക്കുന്നു. സാധാരണക്കാരെ വെല്ലുവിളിച്ച് KC വേണുഗോപാൽ കേരളത്തോട് മാപ്പ് പറയണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെട്ടു. എന്നാൽ ക്ഷേമ പെൻഷൻ ഉപയോഗിച്ച് വോട്ടർമാരെ LDF സ്വാധീനിക്കുന്നെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ആരോപിക്കുന്നു. അതേസമയം മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം വീണ്ടും ചർച്ചയാക്കി LDFനെ പ്രതിരോധത്തിലാക്കുകയാണ് UDFും PV അൻവറും. ക്ഷേമ പെൻഷൻ സർക്കാർ കൈക്കൂലിയായി കാണുന്നുവെന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പരാമർശമാണ് ഉപതെരഞ്ഞെടുപ്പിൽ LDF ചർച്ചയാക്കുന്നത്. വോട്ടർമാരെ അപമാനിക്കുന്നതാണ് പരാമർശമെന്നാണ് വിമർശനം. തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വരുവോ പ്രഖ്യാപനം വരുവോ ഒക്കെ പോലും ചെയ്യാത്തൊരു സമയത്ത് പെൻഷൻ കൊടുത്തത് ഞങ്ങൾ കൈക്കൂലി പോലെ കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ തെറ്റായിപ്പോയി. അദ്ദേഹത്തെ മാത്രം കുറ്റം പറയണ്ട. അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപരമായ പ്രശ്നമൊന്നും ആയിരിക്കില്ല. അത് കോൺഗ്രസിന് അങ്ങനെ ഒരു സമീപനം ഉണ്ടായിരുന്നു. പരാമർശത്തിൽ വിശദീകരണവുമായി KC വേണുഗോപാൽ രംഗത്തെത്തി. മാപ്പ് പറയില്ലെന്നും പ്രതികരണം. ആ കുടിശ്ശിക കൊടുക്കാനുള്ള അവസരമായിട്ട് ഇവർ കാണുന്നത് തെരഞ്ഞെടുപ്പ് കാലമാണ്. ആ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുക്കുന്ന കുടിശ്ശികയെക്കുറിച്ചാണ് നിങ്ങൾ ഇങ്ങനെയാണോ കാണുന്നത് എന്ന് ഞാൻ ചോദിച്ചത്. KC വേണുഗോപാൽ പറഞ്ഞതിൽ തെറ്റില്ലെന്നും CPIMന്റെ തട്ടിപ്പിനെയും വഞ്ചനയെയും കുറിച്ചാണ് പറഞ്ഞതെന്നും ചാണ്ടി ഉമ്മൻ MLA. ഇത് ഇലക്ഷനോടനുബന്ധിച്ച് നടത്തുന്ന ഡ്രാമ. ഏത് ഡ്രാമ? പണ്ട് കിറ്റ് കൊടുത്ത അതേ ഡ്രാമ ഇന്ന് നടത്തുന്നു. KC വേണുഗോപാൽ പറഞ്ഞതിൽ തെറ്റില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞു. ദ ഹിന്ദു ദിനപത്രത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ അഭിമുഖത്തിലെ മലപ്പുറം പരാമർശം വീണ്ടും ചർച്ചയാക്കുകയാണ് പ്രതിപക്ഷം. മലപ്പുറം മുഴുവൻ തീവ്രവാദികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞ വിജയരാഘവൻ ഒറ്റയ്ക്കല്ലല്ലോ പറയുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പറഞ്ഞ അതേ കാര്യം. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം ചൂണ്ടിക്കാട്ടി PV അൻവറും രംഗത്തെത്തിയിരുന്നു. മലപ്പുറം ജില്ലയെ മുഖ്യമന്ത്രി വഞ്ചിച്ചെന്ന് അൻവറും കുറ്റപ്പെടുത്തി. ടീം 24 നിലമ്പൂർ.